കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളത് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരു മോൺസ്റ്ററിൻ്റെ കൂടെയാണ്. വാഹനമാണെന്ന് ഞാൻ ഇൻട്രോ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേക്കാം. ഇത് ഫോർഡിൻ്റെ എൻഡവറാണ്. വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ടയറിലാണ് മെയിൻ മോഡിഫിക്കേഷൻ വന്നേക്കണം. പിന്നെ ബാക്കിയുള്ള ഈ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 മോഡൽ 17 രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല മെയിൻ്റനൻസ്, ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ സംഭവിച്ചില്ല. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കളറ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കുറേ സംശയമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വന്ന ഫോർച്യൂണറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന്. അപ്പോൾ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തന്നേക്കാം. നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്ന ആ റൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി അത് വേറൊരു വണ്ടിയിലും ഈ ക്ലാസ്സിൽ പെടുന്ന വണ്ടികൾക്ക് കാണാറില്ല. അതാണ് എൻഡവറിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നോവയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസൊക്കെ ഈ വാഹനത്തിനകത്ത്, ഇന്നോവ അല്ല ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് കൂടുതലാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു എൻഡോവർ ആക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 16-17 രജിസ്ട്രേഷൻ വന്നൊക്കെ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റേഴ്സ് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ എത്രയാണോ ഓടിയേക്കണമെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ എൻ്റെ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് പറയാൻ പോകുന്ന റേറ്റിന് നിങ്ങൾക്ക് എന്തുകൊണ്ടും വെറുത്തായിരിക്കും ഈ ഒരു വാഹനം. പിന്നെ ഇതിനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാനുണ്ട്. അതൊക്കെ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു എൻഡോവറാണ്. അപ്പോൾ എൻഡോവർ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മമ്മൂട്ടിയുടെ പടം ടെർബോയിലൊക്കെ കണ്ടേക്കണ ആ എൻഡോവർ അല്ലെങ്കിലും അതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 2016-17 മോഡൽ ഫോർഡിൻ്റെ എൻഡോവർ. വണ്ടി നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് എൻഡോവർ തന്നെയാണോ എന്നൊക്കെ സംശയിച്ചേക്കാം. കാരണം ഇതിൻ്റെ രൂപഭാവങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, നിങ്ങൾ ടയർ തന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ വാഹനം ഉണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർച്യൂണറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോർച്യൂണർ ഒന്നുമല്ല നമുക്ക് തോന്നിപ്പോൾ. അത്രയ്ക്ക് ഒരു മോൺസ്റ്റർ സൈസാണ് ഈ ഒരു വാഹനം. പിന്നെ 4WDയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്, ടൈറ്റാനിയമാണ്, എല്ലാവിധ ഫീച്ചർ റിച്ചായിട്ട് വന്നേക്കണ വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഈ ഒരു സാധനം. ഇപ്പോൾ 4WD ആണോ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ നോക്കാം. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ ജസ്റ്റ് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. വണ്ടിയുടെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആ ഹാൻഡ് ഗ്രിപ്പൊക്കെ നോക്കാം. അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്മോക്ഡ് പ്ലാറ്റിനിയം ആ ഒരു കളറിൽ വന്നേക്കുന്ന സാധനങ്ങൾ അതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കണതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാംപ്സൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഫോർഡിൻ്റെ ആ ഒരു ബ്രാൻഡിങ് വന്നേക്കണത് നല്ല സുഖമാണ് കാണാനായിട്ട്. ഇതാണ് വണ്ടി. അങ്ങനെയുണ്ട് വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വണ്ടി. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയേക്കാം കേട്ടോ. നല്ല കാലാകം വണ്ടി. അതേപോലെ തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. വീലാർച്ച് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർച്ച്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൊഫൈലിലേക്ക് നോക്കാം. പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ സംഭവം നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടയറിൻ്റെ പ്രൊഫൈൽ കൊടുത്തതാണ്. എനിക്ക് തോന്നുന്നു 20 ഇഞ്ച് ടയേഴ്സാണ് ഈ കിടക്കുന്നത്. കലക്കൻ സാധനം. അതേപോലെ തന്നെ നമുക്കിനി ലാമ്പിലേക്ക് വരാം. ലാമ്പുണ്ടോ, മറ്റേ ട്രൈ ലാമ്പ് വന്നേക്കണം. അതേപോലെ തന്നെ താഴെ ഫോഗ് ലാമ്പ് വന്നുണ്ട്. ഇവിടെ ഗ്രില്ല് നോക്കാം. ഗ്രില്ലിനകത്ത് ഫോർഡിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെയും ലാമ്പ് ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റിൽ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസും നല്ല നീറ്റായിട്ട് വീലാർസും നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പിക്കും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ അലോയ്സ് നോക്കാം. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3.2ൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോ എന്ന ലേബലിംഗ് കൂടി വന്നിട്ടുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോർ നല്ല കലക്കൻ ഡോർസ്. ഞാൻ പറഞ്ഞ ഈ ഹാൻഡ് ഗ്രിപ്പ് ശ്രദ്ധിക്കാം കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് നോക്കി അത് എക്സ്ട്രാ ചെയ്താണെന്ന് എൻ്റെ ഒരു അറിവ്. ഫുഡ് സ്റ്റെപ്പും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് വീലാർസിലേക്ക് വരാം. ഈ വീലാർസായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഗ്രിപ്പ് പോയിട്ടുണ്ട്. ടയേഴ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫോക്കസ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്. എൻഡവറിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 4WDയുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. 4WD ആണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കണം കേട്ടോ. ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വീലാർസ് നോക്കാം. ഭംഗി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കാണാൻ പറ്റും.
അതിൻ്റെ ഡോറും ഇവിടെയും നീറ്റായിട്ടിരിക്കുന്നു. ഫുഡ് സ്റ്റെപ്പും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഡോർസിലേക്ക് പോവാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ലെതർ ഫിനിഷിൽ, ലെതറായിട്ടാണ്, ലെതർ ലൈറ്റിൽ വന്നേക്കണം ആ ഒരു ഇൻസേർട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺസ് കാണാം. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ സീറ്റ്സ്, ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരുപാട് കാണിക്കാനുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് തന്നെ നോക്കാം. സ്റ്റിയറിംഗ് തന്നെ ഒട്ടനവധി കൺട്രോൾസ്. നമുക്ക് സാധാരണയൊക്കെ വാഹനങ്ങളിൽ ഈ ഒരു കൺട്രോളാണ് കാണാറ്. നമ്മൾ ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. അതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ വലിയൊരു സൺ റൂഫ് വരുന്നുണ്ട് വാഹനത്തിന്. അത് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യാനും നമുക്കിവിടെ വലിയൊരു സൺ റൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലാമ്പിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബൂട്ടിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു LED സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫ് ഫുള്ള് ബ്ലാക്കാണ്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്കാണ്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. വണ്ടി നല്ല ഹൈറ്റാണ്. എൻ്റെ നെഞ്ചിനുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ. നല്ല സ്ട്രോങ് ഡോർസും വന്നുണ്ട്. ഇവിടെയും നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സ്ട്രോങ് ഡോർസിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ലെതറായി ഫിനിഷിൽ വന്നേക്കണം ആ ഒരു ഇൻസേർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. വിത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് AC യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റും ഡൗൺ ചെയ്യാം. സീറ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഉണ്ടോ രണ്ടുപേർക്ക് സുഖമായി, രണ്ടുപേർക്ക് ആണെങ്കിൽ 3 പേർക്കൊക്കെ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം. സുഖമായിട്ട് പറ്റില്ല, 3 പേർക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ നമുക്ക് റീഡിങ് ലാമ്പും കാര്യങ്ങളും AC യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഉണ്ടോ നല്ല കലക്കം വണ്ടി. ഞാൻ പറയാൻ പോകുന്ന റേറ്റിന് ഈ സംഭവം ഒരു മുതൽ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എൻജിൻ റൂമും അതേപോലെ ബൂട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു എൻഡോറിൻ്റെ എൻജിൻ റൂം. വണ്ടി നോക്കാണ്ടോ നല്ല കലകം വണ്ടി. ഒരു രീതിയിലുള്ളൊരു ലീക്കേജോ സംഭവങ്ങളൊന്നും നോക്കി വാഹനത്തിൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് നോക്കിയേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാം. ഉണ്ടോ ഡ്യൂറാടോർക്ക് എഞ്ചിനാണ് വന്നേക്കണേ. അതേപോലെ തന്നെ ഇവിടെയും അഡ്ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ലിഡൊന്ന് നോക്കിയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് ഒന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നോവയിലെ കാണുന്ന പോലെ ഭയങ്കര പോർട്ടബിൾ സ്പേസ് ഒന്നുമല്ല. കുഴപ്പമില്ലാത്ത ബാഗും കൂടെ വയ്ക്കാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് സീറ്റൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഡൗൺ ചെയ്യാം. ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ ഡൗൺ ചെയ്യാം. ഉണ്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ തിരിച്ചാകുമ്പോൾ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും റിവേഴ്സ് വരെയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. നമുക്ക് സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീൽ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കും. സ്പെയർ വീൽ ഫുൾ ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 16-17 രജിസ്ട്രേഷനിൽ വന്നേക്കണതാണ്. 3.2 ലിറ്റർ വണ്ടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓട്ടോമാറ്റിക്കാണ്. ഫോർച്യൂണർ 3.2 ഓട്ടോമാറ്റിക് വാഹനമാണത്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഡീസലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടയേഴ്സും അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര ആയിട്ടുണ്ടാവുമെന്ന്. പിന്നെ അതേപോലെ നമ്മൾ ലാമ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനത്തെ വാഹനം ഈ വാഹനം മാത്രമല്ല, ഒട്ടനവധി വാഹനങ്ങൾ ഈ ക്ലാസ്സിൽ പെടുന്നതും അതുപോലെ ബഡ്ജറ്റ് ലെവലിലായാലും പ്രീമിയം ആയാലും ലക്ഷറി വാഹനങ്ങളായാലും എല്ലാം നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വരുന്നത്. അപ്പോൾ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ഒരു എൻഡോവറിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഇപ്പോൾ 22 lakhs ആണ് ഈ ഒരു വാഹനം ആസ്കിംഗ് പ്രൈസ് വന്നേക്കണം. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം ഈ ചണ്ഡീഗഡ് രജിസ്റ്റേർഡ് വാഹനമാണ്. വിത്ത് NOC റേറ്റാണ് ഈ പറഞ്ഞേക്കണം 22 lakhs rupees. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഷോറൂമിൽ തന്നെ ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.